സമയത്തിൻ്റെ ഒരു പരിമിതിയോട് നമുക്ക് വളരെ കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞു കേൾക്കാൻ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോക പരിസ്ഥിതി ദിനമായ 5-ാം തീയതി നമുക്ക് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷേ അതിനകത്ത് തിയേറ്റർ കഴിഞ്ഞില്ല. 6-ാം തീയതിയാണ് നമ്മൾ റിലീസ് ചെയ്തത്. പക്ഷേ ഒരു പരിസ്ഥിതി ദിനത്തിൻ്റെ ഈ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള സിനിമയാണ് കണ്ടൽക്കാടുകളുടെ അതിജീവനം. കണ്ടൽക്കാടുകൾ എങ്ങനെ അതിജീവിക്കുന്നു അതുപോലെ തന്നെ ക്യാൻസറിനെ അതിജീവിക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഒരു 7ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഐഷൈബിനാണ് ഇത് ചെയ്തത്. ആ കഥ പറയുന്ന ഒരു സിനിമയാണ് ലൈഫ് ഓഫ് മാംഗ്രോ. ഈ ലൈഫ് ഓഫ് മാംഗ്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ അതിജീവിച്ച് അതായത് കണ്ടലിന്റെ പോലെ കരുത്ത് പോലെ ക്യാൻസറിനെ അതിജീവിക്കുന്ന ഇതിനകത്ത് നമുക്ക് സുധീർ കരമന, ദിനേശ് പണിക്കർ, നിയാസ് ബക്കർ, രാജേഷ് കോബ്ര അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഏതാണ്ട് 60ഓളം സീൻ ആണ് ഈ സിനിമ ഉള്ളത്. മൊത്തം ഈ 60ഓളം 1.5 മണിക്കൂർ സിനിമയാണ്. ഈ 60ഓളം സീനിൽ എനിക്ക് തോന്നുന്നു 58 സീനിലും അഭിനയിച്ചിട്ടുള്ളതാണ് ഈ കുട്ടി എന്നുള്ള ലീഡിങ് ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത. ഈ സിനിമ നമ്മൾ നോക്കുമ്പോൾ ഒരു 1-2 സീൻ ഒഴിച്ച് ബാക്കി എല്ലാ സീനിലും നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് ആദ്യകാലത്ത് ആശങ്ക ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വരികയാണ്. ആ കുട്ടി അഭിനയിക്കാൻ വരുമ്പോഴുള്ള ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ സിനിമ എവിടെയെങ്കിലും ടോട്ടലി 3 ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നതാണ്. ബാക്കി എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അഭിനയിക്കുന്നത്. പക്ഷെ അതിനിടയ്ക്ക് ഒരിടത്ത് പോലും ദിനേശേട്ടനായാലും അവരുടെ സുധീർ കർമ്മനായാലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സമാധാനമായത്. ഒരിടത്ത് പോലും ഒരു നല്ല ആർട്ടിസ്റ്റിന്റെ കൈയൊതുക്കത്തോടു കൂടി ഞങ്ങളുടെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കി കരിച്ചത് നല്ല കരുത്തുള്ള ഇടതൂർന്ന ഒരു മുട്ടിയായിരുന്നു ഈ കുട്ടിയുടെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ. എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ പകുതി കഴിഞ്ഞാൽ ഈ കുട്ടി ക്യാൻസർ രോഗിയായിട്ട് ഒരു ക്യാൻസർ മൂലം ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്നും അച്ഛനും അമ്മയും മരിച്ച് അനാഥയായ ഒരു കുട്ടി അമല ഹോസ്പിറ്റലിന്റെ സഹായത്തോടു കൂടി ചികിത്സാ സഹായം തേടി വരുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആ ഹോസ്പിറ്റലിൽ കിടന്ന ആ കുട്ടി എഴുതുന്ന കൊച്ചു കൊച്ചു കവിതയിലൂടെയും ഗാനങ്ങളിലൂടെയും മറ്റേ ചിത്രങ്ങളിലൂടെയൊക്കെയാണ് ഈ സിനിമ ഇതിൽ വിരിയുന്നത്. അപ്പൊ അതിലൂടെയാണ് നമുക്ക് കഥ എന്താണെന്ന് പോലും മനസ്സിലാകുന്നത്. പക്ഷെ അങ്ങനെ അതിജീവിച്ച് ക്യാൻസറിനെ അതിജീവിക്കുന്ന കുട്ടി മുടി മുറിക്കേണ്ടി വന്നൊരു സംഭവമുണ്ട്. ഭയങ്കര വിഷമമായിരുന്നു. അത് ഈ കുട്ടിയുടെ മുടി എങ്ങനെ മുറിക്കും. അപ്പോൾ വളരെ ആശങ്കയോടും അതിന്റെ രക്ഷകർത്താക്കളോടും അവരുടെ ഭയങ്കര സപ്പോർട്ടുണ്ട്. അവരോട് പറഞ്ഞു ഈ മുടി മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടി അവളാണ് ഐഷ്യാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല, നമുക്ക് മുടി മുറിക്കാം. മുടി മുറിക്കുക മാത്രമല്ല ആ മുടി ക്യാൻസർ രോഗികളായിട്ടുള്ള അമല ഹോസ്പിറ്റലിലെ നിർദ്ധനായിട്ടുള്ള അവർക്ക് ഈ മുടി ദാനം ചെയ്യുകയും ചെയ്തു. വളരെ വളരെ സന്തോഷം. ഈ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു കാര്യം പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് പറഞ്ഞത്. വളരെ പിന്നെ എനിക്ക് ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയൊരു സിനിമ നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. കാര്യം ഇത് ഒരു കച്ചവടമെങ്കിലും മാത്രം ഉൾക്കൊണ്ട് ചെയ്തൊരു പടമല്ല. അതിനപ്പുറത്തേക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പം ആദ്യം ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിക്കഴിഞ്ഞ സംസ്ഥാനം ഇങ്ങനെ കുറേ ഫെസ്റ്റിവലുകൾക്ക് എൻട്രി ആയിട്ടുണ്ട്. അങ്ങനെ പോകാൻ വരുന്ന ഇങ്ങനെയൊരു പടത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന ഇതിന്റെ പ്രൊഡ്യൂസറാണ് ശോഭാ നായർ, ഉമ്മർ കെ പട്ടാമ്പി, ഹംസക്ക, സതീശൻ, വീരാനിക്ക ഇവരൊക്കെ മുമ്പോട്ട് വന്നതോടുകൂടിയാണ് ഇങ്ങനെ ഒരു പടം നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അതിന് ഞാൻ അവരോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള സതീശന് നല്ലൊരു കഥാപാത്രത്തിലുള്ള അച്ഛന്റെ വേഷമാണ്. ആ ഗ്രാമത്തിൽ അതായത് പുല്ല് ചെത്തിയിട്ട് ആ ക്യാൻസർ വല്ലാണ്ട് പടർന്നു പിടിക്കുമ്പോൾ ആ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് ആൾക്കാരെല്ലാം പോയിട്ട് ആ ഗ്രാമത്തിൽ അവശേഷിക്കുന്ന 1-2 വീടുകൾ അവശേഷിക്കുന്നത്. ആ ഗ്രാമത്തിന്റെ കഥയാണ് ഇത് പറയുന്നത്. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ സംഭവിച്ചൊരു കാര്യമാണ്. ആലപ്പുഴയിൽ കീടനാശിനിയുടെ അതിയായ ഉപയോഗം മൂലം ക്യാൻസർ പടർന്നു പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചാണ് ഈ കഥ എഴുതിയത്. എൻ്റെ രചനയാണിത്. അപ്പം ആ ഗ്രാമത്തിലെ ഒരു പുല്ല് ചെത്തി ഉപജീവനം നടത്തുന്ന ഒരു തൊഴിലാളിയായിട്ടാണ് സതീശന്റെ വേഷം ചെയ്തത്. അച്ഛൻ മരിച്ചു പോകുന്നു. ആ അച്ഛന്റെ ഓർമ്മകളിലൂടെയാണ്, ആ അച്ഛൻ മരിച്ചുപോയെങ്കിലും അനാഥയാകുന്ന കുട്ടികളിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. ഇതിന്റെ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ജോസി ആലപ്പുഴയാണ്. അതേപോലെ പാട്ടുകൾ DV അജിത്ത് പാടിയിരിക്കും മനോഹരമായിട്ട്. ഇപ്പോൾ തന്നെ യൂട്യൂബിൽ ആ പാട്ട് അവൈലബിൾ ആണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇതൊക്കെയാണ്. പിന്നെ ഇതിനകത്തൊരു ഡോക്ടറിന്റെ വേഷം ചെയ്തിരിക്കുന്ന വി മോഹൻ സാറ് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സാറ് അവർ റിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് ഒറിജിനൽ ഡോക്ടറാണെന്ന് തന്നെ ചോദിച്ചു. അതൊക്കെ ഒരു മെസ്സേജാണ് ഇതിനകത്ത്. സിനിമ തീരുന്നതിൻ്റെ ഒരു മെസ്സേജിലാണ്. ക്യാൻസറിനെ മറ്റുള്ള രോഗങ്ങൾ പോലെ അതിജീവിക്കാൻ പറ്റും
അല്ലെങ്കിൽ തൻ്റെ അടുത്തോളം നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുട്ടിയിലൂടെ തെളിയിക്കുന്നതിന് ഇവിടുത്താണ് പടം തീരുന്നത്. ആ ഒരു മെസ്സേജാണ് ഞങ്ങൾ ഈ സിനിമയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ആ ഒരു പരിസ്ഥിതിയുടെ ഒരു പ്രധാനം ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് പോലും 6-ാം തീയതിയാണ്, 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ ഒന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞ് സംരംഭത്തെ ഒന്ന് നല്ല രീതിയിലൊന്ന് മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ വിലയേറിയ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാര്യം ഇങ്ങനെയുള്ള പടങ്ങളും അതുകൊണ്ട് ഞങ്ങൾ തിയേറ്റർ റിലീസ് കാണിക്കുന്നത്. മറ്റുള്ള പടങ്ങൾ ഇങ്ങനെ ഫെസ്റ്റിവലുകളിൽ പോകത്തേ ഉള്ളൂ. പക്ഷെ ഞങ്ങളതല്ല, ഞങ്ങളിത് 10-30ഓളം കേരളത്തിൽ തിയേറ്ററുകൾ റിലീസ് ചെയ്യാണ്. അപ്പോൾ അതിന് മീഡിയയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇത്രയും ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഇനി ബാക്കി ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങളെല്ലാം നമുക്ക് രേഖപ്പെടുത്താം. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ലൈഫ് ഓഫ് മാൻഗ്രോ എന്ന് പറയുന്ന മൂവിയിൽ മെയിൻ കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ 9th പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവിയാണിത്. ഇപ്പോൾ 3 മൂവി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇതുവരെ റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഇതൊന്നും അറിയത്തില്ല. ക്യാമറയുടെ മുന്നിലേക്ക് തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഉമ്മർക്ക, ഹംസക്ക, അതുപോലെ എൻ ബൈജു സാർ, അവരുടെയൊക്കെ സഹായത്തോടു കൂടി, ശോഭ ചേച്ചി, എല്ലാവരുടെയും സഹായത്തോടു കൂടി നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മൂവിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുടി മൊട്ടയടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളർന്നു വരികയാണ്. പിന്നെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി, നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പം ഇനി അതിനത് പരിചയപ്പെടുത്തേണ്ട വേറൊരു വേഷത്തിൽ സതീഷാണ്. സതീഷ് നന്നായിട്ട് ചെയ്തിരുന്നു അച്ഛൻ്റെ വേഷങ്ങൾ. ഒരു അച്ഛൻ്റെ വേഷം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് പോലും ഈ സിനിമയിലുണ്ട്. അപ്പോൾ സതീശൻ. നമസ്കാരം. എൻ്റെ ആദ്യത്തെ സിനിമയിലാണ്. എനിക്കധികം സംസാരിച്ച പരിചയമൊന്നുമില്ല. വൈസാറിൻ്റെ കീഴിൽ വൈസാറ് പറഞ്ഞത് ഞാൻ ചെയ്തു. പിന്നെ ഐഷ ചെയ്യുന്നത് കണ്ട് നോക്കിയിട്ടാണ് ഞാനും ചെയ്യാൻ പഠിച്ചു തുടങ്ങിയതൊക്കെ. പിന്നെ ഇത് ഒരു പരിസ്ഥിതി ചിത്രം കൂടിയാണ്. പിന്നെ 2024 ഫിലിം ക്രിറ്റിക്സിൻ്റെ അവാർഡ് കിട്ടി. അതിനൊരു സന്തോഷം. ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞാലും എനിക്ക് സന്തോഷമുണ്ട്. ഇനി അടുത്തായിട്ട് പരിചയപ്പെടുത്തേണ്ടത് നമ്മുടെ ഈ സിനിമയുടെ കൺട്രോളറാണ് ശ്യാമപ്രസാദ്. അദ്ദേഹം ഒരുപാട് വലിയ സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു കുഞ്ഞു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി, കാര്യം ഇങ്ങനെ ഒരു പരിസ്ഥിതിയുടെ ഒരു മൂവ്മെന്റ് ആയതുകൊണ്ട് ഈ സിനിമ ഉണ്ടായ കാലം തൊട്ട് കാര്യം ഓരോ മൂവ്മെന്റിലും നമ്മുടെ കൂടെ നിന്ന ഒരാളാണ് ശ്യാമപ്രസാദ് ചേട്ടൻ. നമ്മൾ ചേട്ടാന്ന് വിളിക്കും. ഇതിലൂടെ അദ്ദേഹം വലിയ സിനിമകളുടെ പിന്നാമ്പുറങ്ങളിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത അദ്ദേഹം നമ്മുടെ ഈ കൊച്ചു സിനിമ ഏറ്റെടുക്കാനും അത് വേണ്ട രീതിയിൽ അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് സഹായമായി അദ്ദേഹത്തിൻ്റെ ഒരു നല്ല റെസ്പോൺസ് നമ്മുടെ ഈ പടത്തിൻ്റെ എല്ലാ കൺട്രോളിംഗ് മേഖലയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിലിമിൻ്റെ കൺട്രോളറായ ശ്യാമപ്രസാദിനെ 2 വാക്കും ഇതിനു വേണ്ടി പറയാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എങ്ങനെ ഒരു പരിസ്ഥിതി നിലനിർത്തണം, നാളത്തേക്കുള്ള നമ്മുടെ സമൂഹം എങ്ങനെ വളരണം, ഒരു അസുഖം വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, അതിൽ പ്രകൃതിക്ക് ഉള്ള നമുക്കുള്ള ഒരു എന്താണ്, പ്രകൃതിയോടുള്ള ഒരു കടപ്പാട് എന്താണെന്ന്, അതെങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ഉള്ള ഒരു മെസ്സേജുള്ള സിനിമയാണ്. ഒത്തിരി സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ട്. വലിയ താരങ്ങളുടെയും നല്ല നല്ല സിനിമകളുടെ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്. അതിൽ ചെറിയൊരു സിനിമയായത്, പക്ഷേ ഇതെല്ലാവരും കാണണം, ഓരോ കുടുംബവും കാണണം. ഇന്ന് ഏറ്റവും കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് ക്യാൻസർ. അതേപോലെ തന്നെ പരിസ്ഥിതി, എല്ലായിടത്തും മരങ്ങളും കാടുകളും ഒക്കെ മാറുകയും ഇന്നത്തെ കാലഘട്ടം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഇതൊരു മെസ്സേജാണ്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. ഇതൊരു കൊച്ചു സിനിമയാണെങ്കിലും എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ വരിക അല്ലെങ്കിൽ OTT കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഒത്തിരി സപ്പോർട്ട് ആവശ്യമുണ്ട്. എല്ലാവരും ഓൺലൈൻ മീഡിയയിലൂടെയാണ് ഇന്ന് സിനിമ കാണുന്നത്. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. അപ്പം ഇനി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം, എല്ലാവരും ഇനി വേണ്ടി സഹകരിക്കണം. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സാമ്പത്തികം മുടക്കിയിട്ടുള്ള നല്ല നിർമ്മാതാക്കൾ, അവർക്ക് ഇത് തിരിച്ചു കിട്ടണം. ഈ മെസ്സേജ് എല്ലാവരും എത്തണം. അപ്പം എല്ലാവരും സഹകരണം ഉണ്ടാവണം. നന്ദി, നമസ്കാരം. അങ്ങേരുടെ പറഞ്ഞൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മുടെ ഇങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറിന്റെ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. ഇതിപ്പം അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിലൊക്കെ പോയി തിരികെ മേടിക്കാനും ഉൾപ്പെടെ തന്നെ അതിലുൾപ്പെടെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ തിയേറ്റർ റിലീസിംഗ് എന്ന് പറഞ്ഞ വലിയൊരു കടമ്പയിലേക്ക് ഈ പടം കടന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സമാന്തര സിനിമകൾ തിയേറ്ററിലേക്ക്
സജീവമായി വരുമ്പോൾ നമ്മുടെ ആസ്വാദന നിലവാരം ഒരുപാട് വരും. കാരണം അറിയാം, ഈ ജനങ്ങൾക്ക് ഈ സിനിമ കാണും. ഇപ്പൊ സംസ്ഥാന അവാർഡ് കിട്ടുന്ന പടങ്ങളും ജനങ്ങൾ കാണുന്നില്ല. അപ്പൊ കാണാനൊരു അവസരം കൂടെ നമുക്ക് തിയേറ്ററിന്റെ ഭാഗത്തുനിന്നാണ്. അത് നമ്മൾ മീഡിയകളാണ് ഈ സാധനം മുന്നോട്ട് എത്തിച്ചാൽ മാത്രമേ ജനങ്ങൾ ഇത് കാണത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഈ പ്രസ് മീറ്റിന് കാര്യമുള്ളത്. ഇപ്പൊ നമ്മുടെ PR ഷെജിനൊക്കെ ഈ കാര്യത്തിൽ നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പടങ്ങൾ ജനങ്ങൾ കാണണം. അപ്പൊ അത് അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഓരോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. ഇനി അടുത്തായിട്ട് ഇതിനകത്ത് മെയിനായിട്ട് വേറൊരു വേഷം ചെയ്തത് ഇപ്പം മറ്റേ സുധീർ കരമന, ദിനേശ് പണിക്കർ, റിയാസ് ബക്കർ അവരോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ഒരാളാണ് വി മോഹൻ സാറ്. തിരുവനന്തപുരമാണ് സാറ്. ഇതിനകത്ത് ഡോക്ടറായിട്ടാണ് അഭിനയിച്ചത്. സാറ് നമുക്കിതിനു വേണ്ടി 2 വാക്ക്. നമസ്കാരം. ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയം മുഴുവനും ഇങ്ങനെ ഒരു കഥ തിരഞ്ഞെടുത്ത് നമ്മുടെ ഡയറക്ടർ ബൈജു സാറിന് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ധാരാളം സിനിമ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, പുതിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പഴയ സിനിമകൾ കണ്ടു ഒക്കെ ആണെങ്കിൽ പോലും ഇത്തരം ഒരു കഥ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മഹാധൈര്യം കാണിച്ച ആ നല്ല വ്യക്തിയോട് എനിക്ക് പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുന്നു. മാത്രമല്ല, ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വേഷം തന്നെ ഫസ്റ്റ് സിനിമയിൽ തിരഞ്ഞെടുത്ത് അത് വളരെ വിജയമായി അഭിനയിച്ച് തീർത്ത നമ്മുടെ കൊച്ചുമിടുക്കി ഐശ്വര്യയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയുകയാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ തന്നെ നല്ലൊരു അഭിപ്രായം ഞങ്ങൾക്ക് നേടാൻ തന്നെ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത്. ക്രിട്ടിക്സ് അവാർഡ് മാത്രമല്ല, ഇനി മറ്റുള്ള നമ്മുടെ സിനിമ സംബന്ധമായിട്ടുള്ള മറ്റു പ്രോഗ്രാംസിനൊക്കെ പോയി ഞങ്ങൾ അറിയിക്കുന്നു. അല്ലെങ്കിൽ അത് അയക്കുമ്പോഴേക്കും ഏത് മേഖലയിലാണോ അയക്കുന്നത് അവിടെയെല്ലാം ഞങ്ങൾക്ക് എന്തായാലും ലൈഫ് ഓഫ് മേഖലയെ കുറിച്ച് ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പരാമർശം ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും. എന്തായാലും നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. എല്ലാവരും പത്രപ്രവർത്തകരായ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ആ സിനിമ തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. സ്നേഹവും. നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബീരാനിക്കയും ഉമ്മർക്കയും ഇരിപ്പുണ്ട്. ഇവർക്കൊക്കെ ഒരു കാര്യം വെച്ചാൽ മീഡിയയുടെ മുന്നിലോട്ടൊന്നും വരുന്നില്ല. സാറേ, നമുക്ക് നല്ല ഇങ്ങനെയുള്ള ശരിക്കും ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരെ കിട്ടുന്ന ഭാഗ്യമാണ്. പക്ഷെ അവർക്ക് പറയാറുണ്ട്, കാര്യം ഇവർക്കൊന്നും മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു ആളെ ഇപ്പൊ ബീരാനിക്കാനുള്ളത് ഒരു വാക്കുപോലും എനിക്ക് പറയുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാം സപ്പോർട്ടും ഉണ്ട്. പക്ഷെ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്തത്. പിന്നെ ഈ പടത്തിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചവരൊക്കെ ജോസി, സംഗീത ജോസി ഇപ്പൊ തന്നെ എത്തും. അപ്പം പിന്നെ ഇതിനകത്ത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കണ്ടൽക്കാടുകളിലൊക്കെ മോളെ സഹായിച്ചത് ഹരിതയാണ്. ഹരിതയോട് ഇപ്പോഴും ആ കണ്ടൽക്കാടുകളൊക്കെ ഒരുപാട് കണ്ടൽക്കാടുകളിൽ ഉള്ളിലാണ് ഈ സിനിമ ചിത്രീകരിക്കപ്പെട്ടത്. ഇപ്പോൾ രാജേഷ് കോബ്ര എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് കോമഡി ആർട്ടിസ്റ്റാണ്. പക്ഷെ അദ്ദേഹത്തിനകത്ത് കോമഡി എന്ന് പറഞ്ഞൊരു സാധനമില്ലാതെ കണ്ടൽക്കാടുകളെ വെച്ചു പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ തന്നെ ജീവിക്കുന്ന ഒരു താരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. സുധീർ കരമന ആ ഗ്രാമത്തിലുള്ള വലിയ അധ്യാപകനാണ്. ഈ അധ്യാപകൻ കണ്ടെത്തുന്നതാണ് ഈ കുട്ടിയെ അവരുടെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതൊരു ഒരു ചന്ദ്രശേഖരൻ മാഷ് എന്ന് പറഞ്ഞൊരു ചന്ദ്രശേഖരൻ മാഷാണ് ആയിട്ടാണ് സുധീർ കരമന അഭിനയിച്ചിരിക്കുന്നത്. ആ അമല ഹോസ്പിറ്റലിലെ ഒരു MD ആയിട്ടാണ് നമ്മുടെ ദിനേശ് പണിക്കരായിട്ട്. അവിടെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകനായ അധ്യാപകൻ വിജയ് മാഷായിട്ടാണ് നിയാസ് ബക്കർ. അങ്ങനെ ഈ സിനിമയിലെ ബാക്കി എല്ലാം മെയിൻ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. അപ്പോൾ അവരെ ഈ കണ്ടൽക്കാടുകളിൽ ചിത്രീകരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുഞ്ഞിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് ഹരിതയാണ്. ഹരിത ഇവിടെ ഉണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ബിരാനിക്കയുടെ ഈ കുട്ടിയുടെ അമ്മ, ഇവരെല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാര്യം ഈ കണ്ടൽക്കാടിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ചേറ്റുവ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിന്റെ കണ്ടൽക്കാടാണ് ഉപയോഗിച്ചത്. ആലപ്പുഴയാണ് ഈ സിനിമയുടെ ഇതിവൃത്തത്തിന് കാരണമായ കഥ നടക്കുന്ന മുഴുവൻ ആലപ്പുഴയാണെങ്കിലും ആലപ്പുഴയിൽ ഇപ്പോൾ സജീവമായിട്ട് അത്രയും കണ്ടൽക്കാടുകളില്ല. കാരണം പണ്ട് ആലപ്പുഴയിൽ തണ്ണീർമുക്കം മണ്ണ് വരുന്ന പോലെ ഉപ്പുവെള്ളം കയറി അവിടെ ഉപ്പുവെള്ളത്തെ ശുദ്ധീകരിച്ചിരുന്ന ഈ കണ്ടൽക്കാടുകളുണ്ട്. കണ്ടൽക്കാട് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് തണ്ണീർമുക്കം ബണ്ടൊക്കെ വന്നത്. അപ്പോൾ ആലപ്പുഴയുടെ ബേസ് ചെയ്ത ഈ സിനിമ ഒരു സീൻ പോലും ആലപ്പുഴ എടുക്കാതെ ഞങ്ങൾ ചേറ്റുവ എന്ന് പറഞ്ഞ കണ്ടൽക്കാടുകളുടെ ഗ്രാമത്തിലാണ് എടുത്തത്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്കും ആ കണ്ടൽക്കാടുകൾ ഉള്ളിലോട്ട് പോലും കയറാൻ നമുക്ക് അസാധ്യമാണ്. അവിടെ ഒക്കെ തന്നെ ചിത്രീകരിച്ചത്. അന്ന് ഈ കുട്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമ കാണണം, മീഡിയ ഒന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെയാണ്.
വീരടിക്ക് ഒരു വാക്ക് പോലും പറയുന്നില്ലെന്ന് പറഞ്ഞു. ഇഷ്ടം ഒരു വാക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയുക, സന്തോഷമുണ്ട്. അങ്ങനെ അദ്ദേഹം വേറൊന്നും കൊണ്ടല്ല, മീഡിയയിലൊക്കെ മുന്നോട്ട് വരാനും പോലും താല്പര്യമില്ല. മുമ്പൊക്കെ പറയുന്നുണ്ട്, ഒരു മീഡിയയിൽ മുന്നോട്ട് വരാൻ പോലും താല്പര്യമില്ലാത്ത, വേറൊന്നും കൊണ്ടല്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സിനിമയെ കുറിച്ച്. ജോസി എന്തോ വണ്ടി എന്തോ താമസിച്ചു വയ്ക്കുക, ജോസി അതിന് സംഗീതം ചെയ്ത് ഇപ്പൊ എത്തുന്നു വിചാരിച്ചു. അപ്പൊ ഞാനതാണ് വിശ്വമായിട്ട് പറഞ്ഞത്. ഈ ഇത്രയും കഥാപാത്രങ്ങളാണ് ഞാൻ സിനിമയിൽ പറഞ്ഞുള്ളത്. 6 പേരാണ് ഈ സിനിമയിൽ മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു കൊച്ചു കുട്ടിയാണ്. അവളുടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ കണ്ടൽക്കാടും ഈ ഹോസ്പിറ്റലും അച്ഛനും മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക്. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം എല്ലാവരും കണ്ടിട്ട് പറയുന്നത്, ഇതിനകത്ത് മലിനീകരിക്കപ്പെട്ട പുഴയോ അല്ലെങ്കിൽ നമ്മുടെ കീടനാശിനിയുടെ അവധി ഉപയോഗമുള്ള പാഠങ്ങളോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികളെ ഒന്നും സെന്റിമെന്റ്സ് സീനോ ഒന്നുമില്ലാത്തൊരു സിനിമയാണ്. നല്ല പോസിറ്റീവായിട്ടാണ് ഈ കൊച്ചിന്റെ ഒരു സ്വപ്നത്തിലൂടെയാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമ സിനിമ കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ നല്ല നിരൂപണം കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. റിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ ചോദിച്ചതാണെങ്കിലും ആ സമയത്ത് ഈ ചെറിയ കുട്ടി അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അത് മുടി നല്ല ലെങ്തി മുടിയായിരുന്നു പറഞ്ഞു. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ആ മുടി മുറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് കുട്ടി തന്നെ ഒന്ന് അനുഭവം എന്ന് പറഞ്ഞു. അത് അവിടെ ഒരു മനസ്സിലാവും, കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം ഈ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എന്റെ അസോസിയേറ്റ് രതീഷൊക്കെ ഉണ്ട്. രതീഷൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സതീഷിനും ഷാഗട്ടൊക്കെ ഉണ്ട്. ഈ കുട്ടി മുടി മുറിക്കുന്ന ഒരു സീൻ, അത് നമുക്ക് മുടി മുറിക്കാതെ തന്നെ കൊടുക്കാം. കാര്യം അത്രയും നല്ല മനോഹരമായ മുടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷത്തോട് കൂടി. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കുട്ടിയുടെ മുടി മുറിക്കുന്ന അമല ഹോസ്പിറ്റലിൽ ദാനം ചെയ്യാൻ വേണ്ടി മുടി മുറിക്കുമ്പോൾ ഈ സീൻ എടുക്കുന്നത്, ഈ സിനിമ ടോട്ടലി സീൻ മുഴുവൻ മുറിച്ച് തന്നെയാണ്. എല്ലാവരും കാണുന്നത്. പക്ഷെ അറിഞ്ഞു ഞാൻ കുട്ടിയെ നോക്കെ ഫസ്റ്റ് മുടി ഒരിക്കാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ആകെ പോയെങ്കിലും പിന്നെ ഞാൻ ചോദിച്ചു, നമ്മുടെ സിനിമയിലൊക്കെ വരെന്ന് പറഞ്ഞ വലിയൊരു കാര്യമില്ലേ. പിന്നെ അങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞിട്ടാണ് മുടി മുറിച്ചത്. മുറിക്കല്ലേ ഇത് ഫുള്ള് പൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിരുന്ന് എല്ലാവരും കണ്ണ് നിറഞ്ഞു. സാർ എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കൂളാക്കിയിരുന്നു. സാരല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പ്രൊഡ്യൂസർ ആൻറ്റി ശോഭ നായർ അവരൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് അവര് കുറെ എന്തൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കരഞ്ഞിരുന്നു. ഞാൻ അധികം കരഞ്ഞില്ല. എൻ്റെ പാരൻസ് കാരണം അതുപോലെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയിരുന്നു ആകെ ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പടം എങ്ങനെയാണ് വിജയിച്ചാൽ പോലെ ഏതൊക്കെ വിചാരിച്ച് പോയി. ഈ സിനിമയിൽ പരിസ്ഥിതിയെ ഒരു നന്നായിട്ട് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ ഇതിനകത്തൊരു ചാത്തൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ചാത്തൻ ശരിക്ക് നമ്മുടെ പൊക്കുടൻ എന്ന് പറഞ്ഞിട്ട് അറിയാമായിരിക്കും. നമ്മുടെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകനായിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തിയാണോ നിങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ചാത്തൻ എന്നുള്ളത്? വളരെ മനോഹരമായ ചോദ്യമാണ്. ഞാൻ ഉത്തരം പറയാം. ഞങ്ങൾ ഈ സിനിമ ആരംഭിക്കുമ്പോൾ ആദ്യം കാണിക്കുന്ന വിഷ്വല് കലൻ പൊക്കോടിനെയാണ് കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ജനാധിപത്യ രാഷ്ട്രീയത്തിന് കേരളത്തിൽ അടിയുറപ്പിച്ച കല്ലൻ പൊക്കോടിനാണ് നമ്മൾ ഈ പടം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതില് ഈ കഥാപാത്രത്തെ നമ്മൾ എടുക്കുമ്പോൾ ഈ പൊക്കുടിനൊരു വിഷയം ഉണ്ടായിരുന്നു. പൊക്കുടിന് തീക്ഷ്ണമായ രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. അത് പരിസ്ഥിതി ജനാധിപത്യത്തിന്റെ ആ ഒരു തെടുത്ത് കാഴ്ചപ്പാടിൽ ഇത്ര മനോഹരമായിട്ട് അയാളുടെ ഒരു വിപ്ലവമാണ്. ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ വിപ്ലവമാണ് അദ്ദേഹം ഓരോ ചെടി നടുമ്പോഴും ഉണ്ടായിരുന്നത്, അല്ലെ? അപ്പം അത് തന്നെ ആ ഒരു കഥാപാത്രം തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചകൾ ഇത് ആലപ്പുഴയിൽ നടക്കുന്നത് കുട്ടനാട്. അതായത് ഈ സിനിമ തുടങ്ങുന്നിടത്ത് പറയുന്നുണ്ട് ഈ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് താഴെയുള്ള ഒരു ഗ്രാമമാണ്. രണ്ടാമത് ഈ ഗ്രാമത്തെ കുറിച്ച് പറയുന്നത് പണ്ട് ശ്രീമൂലമാസം എന്ന് പറയുന്ന ഒരു ബുദ്ധവികാര കേന്ദ്രമായിരുന്നു ആലപ്പുഴ. അതാണ് കാര്യം ഒരുപാട് ബുദ്ധ വിഗ്രഹങ്ങൾ നമ്മൾ തകർക്കപ്പെട്ടിട്ട് ആ ചെമ്മഴിപ്പെട്ടിന്റെ ഒക്കെ ഇതില്ല, തകർക്കപ്പെട്ട ആ ബുദ്ധവികാരങ്ങൾ ഒരുപാട് കിട്ടിയേക്കാം. അപ്പൊ അന്ന് ആ ഗ്രാമത്തിലെ ഈ പുന്നപ്പുഴവരാർ സമരത്തിനൊക്കെ ഈ പുന്നപ്പുഴവരാർ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഈ പുഴയിലൂടെ കമുകുമരങ്ങൾ ഈ കാട്ടിൽ വെച്ചിട്ടാണ് ചെത്തി ഒരുക്കി പാലിക്കുന്ന ഉണ്ടാക്കിയിട്ട് സമരം ചെയ്തിട്ടുള്ള ഒരു തലമുറയുടെ ഒരു മുത്തച്ഛന്റെ കൊച്ചുമോനാണ് ഈ ചാത്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ചാത്തൻ അനാഥനാകുന്നത് അച്ഛനും അമ്മയൊക്കെ വസൂരി വന്ന് മരിച്ചിരുന്ന ആ കാലഘട്ടം.
അച്ഛനൊക്കെ മരിച്ചു കഴിയുമ്പോൾ അനാഥനായ ചാത്തൻ പള്ളിയുടെ സഹായത്തോടു കൂടി അനാഥമന്ദിരത്തിൽ കഴിഞ്ഞിട്ട് അവിടെ തിരിച്ച് ഈ കാട്ടി വന്നിട്ട് മുൾക്കാടുകളായിരുന്ന ഈ കാട്ടിൽ ഈ കണ്ടൽച്ചിരി വെച്ച് പിടിപ്പിക്കുകയാണ്. ചാത്തൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു രാഷ്ട്രീയം ചാത്തനെ അത് പറയുന്നില്ല. ചാത്തൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുക. പക്ഷെ ഈ കണ്ടൽക്കാടുകൾ പതിയെ വളർന്ന് 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 വന്നിട്ട് ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്ത് കടലാണ്. ചാത്തൻ എപ്പോഴും മുകളിലോട്ട് നോക്കും. ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും, മുകളിലോട്ട് നോക്കുന്നത്, മുകളിൽ കടലാണ്. അങ്ങനെ കുട്ടനാട് താഴെയാണ്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രത്തെ നമ്മൾ കൊണ്ടുവരുമ്പോഴും ആലോചിക്കുമ്പോഴും ഈ കഥ എഴുതുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കല്ലപ്പുറം തന്നെയാണ്. അദ്ദേഹത്തെ തന്നെ അത് പോർട്രേറ്റ് ചെയ്യാണ്ടിരുന്ന ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും വിവാദം വരുമോ, അല്ലെങ്കിൽ അത് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം പറയണം, അത് ആ ഒരു ഇതുകൊണ്ടാണോ അത് ഒഴിവാക്കിയത്? അല്ല, ഇത് ഈ കഥാപാത്രം വ്യക്തമായ രാഷ്ട്രീയം ഈ സിനിമയിലുണ്ട്. വ്യക്തമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് കാര്യം ഒരു പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട്. കാര്യം ഈ നമുക്കറിയാം മറ്റുള്ള എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ അതായത് ഈ കണ്ടൽച്ചെടി വെച്ച് പിടിപ്പിച്ചതാണ്. ഈ ഏറ്റവും അവസാന സിനിമയിൽ ഈ കണ്ടൽച്ചെടി കൊച്ചുകുട്ടി വെച്ച് പിടിപ്പിക്കുന്ന സ്വപ്നത്തിലാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. വലിയ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന കൊച്ചുകുട്ടികളിലേക്ക് ശരിക്കും അങ്ങനെ ഒരു രാഷ്ട്രീയത്തിനകത്ത് ഉണ്ട്. ഞങ്ങളത് പറഞ്ഞ വളരെ സാറാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ സമർപ്പിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സിനിമയുടെ സംഗീതമാണ് ആ സിനിമയുടെ ബലം എന്ന് പറയുന്നത്. 2 പാട്ട് ഉൾപ്പെടെ അതിന്റെ പശ്ചാത്തല സംഗീതത്തിന് നല്ല അഭിപ്രായം. കാര്യം കുട്ടനാടിന് ബുദ്ധ പാരമ്പര്യം ഉണ്ടെന്ന്, ഒരു ദളിത് കാഴ്ചപ്പാടുണ്ട് എന്ന് കാണിച്ച സംഗീതമുണ്ട്. ആ സംഗീതം ചെയ്തത് ജോസി ആലപ്പുഴയാണ്. ഒരുപാട് സിനിമകൾ ചെയ്തതാണ് അദ്ദേഹമാണ് ആ സംഗീതം ചെയ്തത്. അദ്ദേഹം താമസിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന് 2 വാക്കുകൾ. നമസ്കാരം എല്ലാവർക്കും. ഞാനൊരു കോടിങ്ങിലായിരുന്നു, അപ്പോൾ അത് കാരണം താമസം, സോറി. ഈ പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സിനിമ രംഗത്തുണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തൊരു പടം, വെറുതെ പറയുന്നതല്ല. കാരണം ഇത് ഒരു കൊമേഴ്സ്യൽ പടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയാൻ പറ്റത്തില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല. വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളും, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മെസ്സേജും, ഇനി വരുന്ന തലമുറയ്ക്ക് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അവർക്കും ഇതിനകത്തൊരു പങ്കുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം പിഴിഞ്ഞ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ അവർ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുക്കുകയാണ്. അത് സ്കൂളും ഹോസ്പിറ്റലും, അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ടൽക്കാടുകളെല്ലാം നശിച്ചു വരികയാണ്. അപ്പം അത് വെച്ചുപിടിപ്പിക്കുന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും നല്ലൊരു സിനിമയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഇത് ചെയ്യാനിട്ട് പോലും ഒരു അവാർഡ് തന്നെ കിട്ടിയത്. അപ്പം ഇത് എല്ലാവരും എത്തണം, എല്ലാവരും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും വളരെ നല്ല രീതിയിലുണ്ടാവണം. നല്ല പാട്ടുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടവരിൽ ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു. ഇത് നല്ല ആറാറുമാണ്. ജനങ്ങളിൽ എത്തിയാലേ നമ്മളെന്താണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന സിനിമ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ജോസി ആലപ്പുഴ എന്ന സംഗീത സംവിധായകൻ നിരവധി ചിത്രങ്ങളുടെ സംഗീതത്തിന്റെ വാക്കുകള്. അപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഈ പടം പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു. പാട്ടുകളെ കുറിച്ച് ഭയങ്കര കൃത്യമായ വരികളും ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പാട്ടും ഭയങ്കര ടച്ചിങ് ആണെന്ന് എല്ലാവരും പറഞ്ഞത്. ജോസി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പൂരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ പറ്റുകയല്ല, പാട്ട് പ്രഷർക്കായിട്ട് പാട്ട് നമ്മൾ ഇട്ട് ആ പാട്ട് നമുക്ക് കേൾക്കാം. അതിന്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ജോസി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ സിനിമ അവസാനിക്കുന്നത് ക്രോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു ലോകാരോഗ്യ സംഘടനയുടെ ഒരു സന്ദേശമാണ് ഈ സിനിമ ചെയ്യുന്നത്. അതായത് പരിചരണ വിടവ് നികത്തുക. കഴിഞ്ഞ വർഷത്തെ ലോകാരോഗ്യ സംഘടന 2024 ലോകാരോഗ്യ സംഘടനയുടെ ടൈറ്റിൽ അതായിരുന്നു ക്രോസ് ദ കെയർ ഗ്യാപ്പ്, പരിചരണ വിടവ് നികത്തുക. ഉള്ളവരും ഇല്ലാവരും, ക്യാൻസർ രോഗികളുടെ ഇടയിൽ ഉള്ളവരും ഇല്ലാത്തവരുടെ തമ്മിലുള്ള വിടവ് നികത്തുക. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഈ ഡോക്ടർ നടക്കുന്ന സന്ദേശം, ഡോക്ടർ അഭിനയിച്ച മോഹൻ സാർ നടക്കുന്ന സന്ദേശത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. കാര്യം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണ് സാധാരണ ഇങ്ങനെ നിർദ്ധനായ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും കേരളത്തിന്റെ ഒരു മാതൃകയാണെന്ന് പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോലും
ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അനാഥരായിട്ടുള്ളവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു സന്ദേശം ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ അത് ആ സന്ദേശമാണ് നമ്മുടെ സിനിമ തീരെടുത്ത് വരുന്നത്. 2024 ലോകാരോഗ്യ സംഘടനയുടെ ഒരു സന്ദേശമാണ് അവസ്ഥകൾ. അതാണ് സിനിമയിൽ, അതാണ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കും. മോൾക്ക് സിനിമയിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നുന്നത് മോളുടെ പ്രായത്തിൽ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൊക്കൂടിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ഈ സിനിമ കേട്ടപ്പോൾ ഏറ്റവും ആദ്യം ഇത് ചെയ്യാം, എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരുന്നു? പ്രത്യേകിച്ചില്ല, കാരണം ഞാൻ ഇതിലേക്ക് സെലക്ട് ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കാതെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഒക്കെ അല്ലേ, ഇവരുടെ സപ്പോർട്ട് കാരണമാണ് അത് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റിയത് കണ്ടപ്പോൾ പിന്നെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, ഈ സിനിമയിൽ ഒത്തിരി മെസ്സേജുകൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ ലൈഫിലേക്ക് ഇപ്പൊ കയറുകയാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചോ? ഈ സിനിമ എന്താ സംസാരിക്കുന്നതിനെ കുറിച്ച് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചോ? അവര് ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതില് പിന്നെ പാട്ട് കണ്ടപ്പോഴൊക്കെ ഭയങ്കര ടച്ചിങ് സോങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു. അവരുടെയൊക്കെ സ്റ്റോറി ഇതാണ്, നിങ്ങൾക്ക് കണ്ട എന്തായാലും നിങ്ങൾ മൗനായിട്ട് കാണും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവരെന്തായാലും അറിഞ്ഞിട്ടേ കാണണം എന്നൊക്കെ പറഞ്ഞ്. അല്ല, അതിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, ഈ സിനിമ നമ്മുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞിട്ട് വനിതയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അതിൻ്റെ സംഗീതവും അതിൻ്റെ പാട്ടും ഒക്കെ ഇടുമ്പോൾ ഒരു ഫീൽ കൊണ്ടുപോകും, ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ കണ്ണ് ഈ കുഞ്ഞിൻ്റെ അഭിനയം കാരണം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട്. സിനിമ ഇപ്പൊ ഒരു മികച്ച പരിസ്ഥിതി ചിത്രം എന്നുള്ള രീതിയിൽ ഒരു അവാർഡ് നേടി. അങ്ങനെയുള്ള ഒരു അംഗീകാരം അല്ലാതെ ചിലപ്പോ തിയേറ്ററുകളിൽ ഇങ്ങനെയുള്ള പടങ്ങൾ മിക്കതും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ബോധവാനായിരുന്നോ ഈ സിനിമ എടുക്കുമ്പോൾ? അല്ലെങ്കിൽ ഇപ്പൊ അതിന് ശേഷം ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ എത്രത്തോളം ഹാപ്പിയാണ്? സാമ്പത്തികത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. ഈ പടം ചെയ്യണം, വൈദ്യ സാറ് കഥ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇത് എങ്ങനെയും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നത്. സാമ്പത്തികം ഞങ്ങളങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പിന്നെ ഈ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷമായി. കൂടുതൽ അവാർഡുകളൊക്കെ വല്ലതും ഉണ്ടാകുമോ എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്നു. സന്തോഷമാണ് തോന്നിയത്. കണ്ടൽക്കാടുകളുടെ ഭംഗി നന്നായിട്ട് ക്യാമറമാൻ നിതിൻ തളിക്കുളമാണ് നമ്മുടെ ഇതിനകത്തെ ക്യാമറ. സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അവസാനം പറയാൻ വെച്ചിട്ടുണ്ട്. നിതിൻ തളിക്കുളമാണ് ഇതിന്റെ ക്യാമറ വർത്തിയിരിക്കുന്നത്. മനോഹരമായിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. നമ്മുടെ അടുത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയല്ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോലെ വെച്ചാൽ ഈ ചിത്രീകരണത്തിന്റെ ഈ സിനിമയുടെ പകുതിയോളം ഭാഗങ്ങൾ അമല ഹോസ്പിറ്റലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഷാവിയറിനാണ് അമല ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ സബ്ജക്റ്റ് പറയും, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വളരെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് അമല ഹോസ്പിറ്റൽ. കാരണം അവരുടെ പേര് പോലും ഞങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. കാരണം ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അവിടെയാണ് ഈ സിനിമയുടെ അല്ലെ ഒട്ടുമുക്ക. പിന്നെ ഞാൻ പറഞ്ഞില്ല, സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വേറൊരു വലിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രൊഡ്യൂസർ സൈഡ് പറഞ്ഞതാണ്. പക്ഷെ അതൊരു കച്ചവട സിനിമയാണ്. പക്ഷെ അത് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മുടെ പ്രൊഡ്യൂസർമാരുടെ ഒരു കല്യാണമാണ്. അവരെല്ലാവരും ഇപ്പൊ ഉമ്മർക്കെ ആയാലും അംസക്കെ ആയാലും ശോഭ ചേച്ചി ആയാലും സതീശനായാലും ബിരിയാണിക്കായാലും എല്ലാവരും ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സപ്പോർട്ട് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉള്ള സിനിമകൾ KFTCയുടെ സഹകരണത്തോടെ നിർമ്മിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ വല്ലതും ചിന്തിച്ചിരുന്നോ? ഇല്ല, ഇത് നമ്മുടെ ചിത്രാഞ്ജലിയുടെ പാക്കേജിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ചിത്രാഞ്ജലിയുടെ പാക്കേജിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മറ്റുള്ള പടത്തിന് അവർ ഒരു വർഷത്തിൽ 2 പടമൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിൽക്കാൻ നമുക്ക് അത്യാവശ്യം കണ്ണുകളൊക്കെ പ്രൊഡ്യൂസർമാർ വന്നു. പിന്നെ ചിത്രാഞ്ജലിയുടെ പാക്കേജും കൂടെ നമ്മളെടുത്തു. അങ്ങനെ ആ പാക്കേജിലാണ് നമ്മൾ പടം ചെയ്തത്. നമ്മളിപ്പോൾ ഇതിനകത്ത് പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അത് ഒന്നായിട്ട് ഞങ്ങൾക്ക് എത്ര കണ്ടൽക്കാടുകൾ നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം. കണ്ടൽക്കാടുകളുടെ അല്ലെങ്കിൽ ചിത്രീകരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, രതീഷൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. രതീഷുണ്ട്, അങ്ങനെ പിന്നെ സോണ ജയപ്രകാശുണ്ട്, വിനയുണ്ട്, പ്രസറുണ്ട്, അങ്ങനെ എത്രയും പേര് അസിസ്റ്റന്റ് ഡയറക്ടർ സ്ഥാനത്തുണ്ട്, ഹരിത ഇതേവരുണ്ട്. അപ്പൊ അത്രയും പേരുള്ള കഷ്ടപ്പാടാണ്. ബാക്കി നമ്മുടെ സംഗീതം ചെയ്തവരും ആടിയവരും DBയിട്ടാണ് ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്. ആൻഡ്രിയാണ്
ഈ പാട്ടുകളെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ 2 പാട്ടുകളാണ്. അത് DB അജിത് കുമാർ തളർത്തപ്പെടുന്ന മോഹൻലാലിന്റെ ചിത്രത്തിൽ എഴുതിയിട്ടുള്ളൊരു ലിറിക്സ് ഫസ്റ്റാണ്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് സിനിമയിലുള്ളൊരു വ്യക്തിയാണ്. ചില ആൾക്കാർക്കൊക്കെ എന്നെ അറിയാൻ തോന്നുന്നു. എൻ്റെ മെയിൻ തൊഴിൽ ഫ്ലൂട്ട്, സാക്സോഫോൺ ഇതൊക്കെയാണ്. പാടിയിരിക്കുന്ന ആൻഡ്രിയ മാർട്ടിൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം എന്നെ വിളിച്ച് പറയുന്നു. കാരണം ഞാനൊരു മ്യൂസീഷ്യനായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എല്ലാ ജനറേഷനിലുള്ള എല്ലാ ആൾക്കാർക്കും വായിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ ജെയ്സിൻ്റെ ആണെങ്കിലും കോവിശ്വറിൻ്റെ ആണെങ്കിലും എല്ലാ ആൾക്കാർക്കും വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ജോൺസേട്ടൻ മുതൽ തുടങ്ങി. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ തന്നെ നല്ല മ്യൂസിക്കിന് നല്ല സ്കോപ്പുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമില്ലാത്ത വളരെ സോഫ്റ്റായിട്ടുള്ള മ്യൂസിക്കുകൾ, എന്നാൽ കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ചില പരിപാടികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മ്യൂസിക് സൈഡെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്, വിഷ്വൽ സൈഡ് ഭംഗിയായിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇത് സ്വീകരിക്കേണ്ടതും നിങ്ങൾ പറഞ്ഞ പോലെ അവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വേറെ ആൾക്കാരല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയതിൽ ഞങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ മ്യൂസിക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഏത് ഇതിലായിരുന്നു? അതായത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഇത് വേണമല്ലോ, ടീം വേണമല്ലോ. തീർച്ചയായിട്ടും അത് ഈ മ്യൂസിക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഈ സിനിമയ്ക്ക് ആക്ച്വലി ആദ്യം സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള 4 വരി പാട്ടാണ്. എന്ന് വെച്ചാൽ അച്ഛൻ മരിക്കുമ്പോൾ ഉള്ള ഒരു സാധനം, അച്ഛനെ കുറിച്ചുള്ള പാട്ടാണ്. അത് വളരെ കുറവാണ്. അപ്പൊ ആ സീൻ കണ്ടിട്ടാണ് പാട്ട് ചെയ്തത്. അപ്പൊ പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അത് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അത് നല്ല ഭംഗിയായിട്ട് വന്നപ്പം എക്സ്റ്റെൻഡ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സിൽ ഉയർത്തെഴുന്നേൽപ്പില്ല. അതായത് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് മാറുമ്പോഴുണ്ടാകുന്ന ഒരു ഇതില്ല, അതാണ് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സോങ്ങാണ്. എന്നാൽ എല്ലാത്തിനകത്തൊരു പെയിനും നമ്മുടെ പ്രകൃതിയും എല്ലാം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് പ്രധാന താരങ്ങൾ, കുറച്ച് അറിയപ്പെടുന്ന താരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും ഇപ്പോൾ ഈ പ്രസ് മീറ്റിനാണെങ്കിലും കണ്ടില്ല. എന്തുകൊണ്ട് അവരെ അറിയിച്ചിരുന്നു ഒരു ഇതിനോട്? എല്ലാവരും ഒരേ സിനിമയുടെ തിരക്കിലാണ്. എല്ലാവർക്കും ഇതിനകത്ത് ആശംസകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മളിപ്പോൾ നമുക്ക് ഞങ്ങളിപ്പോൾ ഈ കടയിൽ സാധാരണ ഒരു അവാർഡ് കിട്ടുന്ന ഒരു പടം തിയേറ്ററിലേക്ക് വളരെ അപൂർവമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഒരു ചേച്ചിയുണ്ട് ഇതിനകത്ത്. ഇത്രയും ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നു. അതിനൊപ്പരാണ് ശരിക്കും ഈ സുധീർ കരമനയ്ക്കോ അല്ലെങ്കിൽ ദിനേശ് പണിക്കർക്കോ അലിയാസ് ബക്കറിനൊക്കെ ഒന്നും നമ്മുടെ ഈ പടത്തിൽ അവർക്ക് അവരുടെ കഥാപാത്രം മനോഹരമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനും അപ്പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഇപ്പൊ തന്നെയാണ്. ഈ ഒരു അവാർഡ് കിട്ടിയ പടം തിയേറ്ററിലേക്ക് ഒരു തന്നെയാണോ, അത് നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ചെയ്തൊരു ഇതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ അവരെയൊക്കെ അറിയിച്ചിരുന്നു. അവരെയൊക്കെ തിരക്കിലാണ്. അറിയാലോ, കൊച്ചു പടങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മത്സരത്തിന്റെ പടങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂവിന്റെ ഒരു പ്രധാനമുണ്ട്. അസമയത്ത് വേറൊരു കൊമേഴ്ഷ്യൽ പടം ആണെങ്കിൽ ചിലപ്പോൾ അവരെ ഇല്ല ഇവിടെ വന്നേനെ. അതൊക്കെ സ്വാഭാവികമാണ്. ഇത് പടത്തിന്റെ ഒരു പ്രാധാന്യം അനുസരിച്ചിരിക്കും ആൾക്കാർ വരും. കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള പടങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാനുൾപ്പെടെ താമസിച്ചു വന്നത് അല്ല, ഇത് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ വർക്കിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ടൈമിങ് കീപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളത് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ വന്നേനെ. അതൊക്കെ അത് കൊമേഴ്ഷ്യൽ അല്ല. കുറച്ചുകൂടെ ഞങ്ങൾ അതായത് ഒരുപാട് പെയിൻ എടുത്ത് ചെയ്ത ഇതാണ്. കാരണം ആരും പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് നല്ല രീതിയിൽ വരണം എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ചെയ്തതാണ്. പക്ഷെ ഞാനിത് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമുണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട്, അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഓരോരുത്തർക്കും ഒരാൾ ഷൂട്ടിംഗ് ഉണ്ട്, അവർക്കെല്ലാം അങ്ങനെ ഒരു തിരക്കുള്ളത് കാരണമാണ് വരാറ്. അല്ലേ ഉറപ്പായിട്ടും വന്നിട്ടില്ല. എല്ലാവർക്കും വന്നേ. അതായത് രാജേഷ് ഗോപാലിന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഉടനീളമുള്ള കഥാപാത്രമാണ്. പക്ഷെ ഒരു ഡയലോഗ് പോലും ഇല്ലെന്നുള്ളതാണ്. ഈ കണ്ട അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിയായിട്ട് പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷികളുടെ ഈ സസ്യങ്ങളുടെ സംഗീതം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അല്ല അദ്ദേഹം ഒരു വാക്ക് പോലും ഈ സിനിമ സംസാരിക്കുന്നില്ല. മോക്ക് പോലും ഈ സിനിമയിലാണ് 2 ഡയലോഗുകൾ 3 ഡയലോഗുകൾ. അവള് അത്രേ ഉള്ളൂ ഡയലോഗ്. ബാക്കി മുഴുവനും നമ്മളെ മ്യൂസിക്കിലും ഇതിലൊക്കെയാണ് പോകുന്നത്. ദിനേശ് ചേട്ടനൊക്കെ ആയാലും നല്ല ദിനേശ് ചേട്ടനൊക്കെ രമ്യയായിട്ടൊക്കെ നല്ല വേഷമാണ് ചെയ്തത്. അതേപോലെ തന്നെ സുധീർ കരമനി നല്ല വേഷമാണ്, അധ്യാപകന്റെ വേഷം ചെയ്തിരുന്നത്. അപ്പൊ ഈ സുധീർ കരമനായുടെ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഈ കുട്ടികൾക്കാണ് ചെയ്തത്. അവരെഴുതുന്ന കഥയിലൂടെയാണ് ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്ന് പോലും പുറലോകം അറിയുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു കുറച്ച് കാഴ്ചപ്പാടി സിനിമകളുണ്ട്.
അപ്പൊ അവരൊക്കെ പക്ഷേ ഷാവേട്ടനൊക്കെ അറിയാലോ, അവരൊക്കെ വിളിച്ചിരുന്ന എല്ലാവരും വരും. പക്ഷെ എന്നാലും അതിന് അപ്പുറത്തേക്ക് ഈ പടം പക്ഷെ എല്ലാവരും ഓരോ വർക്കിലാണ്. നിയാസ്മായിട്ട് രാവിലെ വിളിച്ചു, ഇന്നെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് പക്ഷെ എല്ലാവരും നമ്മളോട് വർക്ക് ചെയ്തിരുന്നു. അവർക്കെല്ലാം ഇറങ്ങാനുള്ള ആശംസകൾ അവരെല്ലാവരും ഉണ്ട്. ഇന്നത്തെ അവരുടെ പ്രസൻസ് എല്ലാവരും വെച്ചോണ്ട് ഇതൊന്നുമില്ല. നമുക്കിത് നന്നായിട്ട് നിങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇനി ആര് പ്രസന്റ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. നന്നായ രീതിയിൽ നമുക്ക് നാളത്തേക്ക് ഇതൊരു മെസ്സേജാണ്. സത്യത്തിലൊരു സാമ്പത്തിക മോഹിച്ചിട്ട് ചെയ്ത വർക്കല്ല ഇരിക്കുന്ന ആരും തന്നെ. പൈസ എന്ന് പറയുന്ന സാധനത്തിന് ആരും വേണ്ടാന്നല്ല, വളരെ തുച്ഛമായ പൈസ വെച്ചിട്ട് എല്ലാവരും നന്നായി ചെയ്തിരിക്കുന്ന ഒരു പടം. അതിൽ ആർട്ടിസ്റ്റുകളും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അമല ഹോസ്പിറ്റലിലെ ഫാദർ ജെയ്സ് എന്ന് പറയും. ഞാൻ ഈ ഒരു 38 സെന്റിമീറ്റർ മുടി നീട്ടിയാണ് വളർത്തി ക്യാൻസർ പേഷ്യന്റിന് 2 കൊല്ലം മുമ്പ് വെട്ടിക്കൊടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ അച്ഛനുമായിട്ടൊരു സൗഹൃദം. അപ്പൊ ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറയുമ്പോൾ 4 ദിവസം 5 ദിവസം ആ ഹോസ്പിറ്റൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഒരു ആശുപത്രി ഷൂട്ട് ചെയ്യണം നമുക്ക് 3-4 ലക്ഷം രൂപ എടുത്താൽ കിട്ടില്ല. അപ്പൊ അത്രയും അവിടെ നമ്മളിപ്പം നമ്മളെ ലോഞ്ചിനാണെങ്കിലും ഓഡിയോയിലും ഒക്കെ അവർ ഫ്രീ ആയിട്ട് ഓഡിറ്റോറിയം തരികയും അവരുടെ എല്ലാവരുടെ സഹകരണങ്ങളും അവരുടെ മെഷീനറീസും അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് തന്നു. ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് മീറ്റിംഗ് വെച്ചു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു സഹകരണം ഉണ്ടായി. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ രോഗമായതുകൊണ്ട് ഒത്തിരി ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇതൊരു മെസ്സേജ് ആയിട്ട് നമ്മളിത് പറയുമ്പോൾ ഒത്തിരി ആളുകൾ കാണാനും പലരും ഇതിലേക്ക് വരാനും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതൊരു അവാർഡ് കിട്ടിയ പടമായിട്ട് തള്ളിക്കളയരുത്. അവാർഡുകൾ കുറെ കിട്ടണം ഇനിയും. പക്ഷെ എല്ലാവരും ഇത് ഉൾക്കൊള്ളണം. എല്ലാവരിലേക്കും നിങ്ങളുടേതായ ഒരു ഓൺലൈൻ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പടം ഒരു ഷോ കൊണ്ട് വീഴ്ത്താനും പറ്റും, കുറെ ഷോ ഓടിക്കാനും പറ്റും. അപ്പൊ ഇതിൽ നമുക്ക് നുണയൊന്നും പറയണ്ട, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ഭാവിയുടെ തലമുറയിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈകോർക്കണം, എല്ലാവരും ഇത് സഹകരിക്കണം എന്നാണ് പറയാം. ശാമേട്ടൻ പറഞ്ഞത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ സത്യത്തിൽ ഇപ്പൊ നമുക്ക് ഞാൻ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ബുള്ളറ്റിന് ഇരുന്ന ആളാണ്. അപ്പൊ ഈ ഫെസ്റ്റിവലുകളുടെ ഒരു താളം എനിക്കറിയാം. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ള പ്രദേശത്തിൽ അവാർഡ് കിട്ടുന്ന പടങ്ങൾ തിയേറ്റർ വളരെ കിട്ടത്തില്ല, കൊടുക്കത്തുമില്ല. അവാർഡ് കിട്ടുന്നവർക്ക് തിയേറ്റർ കൊടുക്കും. പക്ഷെ നമ്മുടെ ശക്തമായിട്ട് തിയേറ്റർ പിടിക്കുന്ന അതുകൊണ്ടാണ്. കാര്യം തിയേറ്ററിലേക്ക് ഇതേപോലെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ബംഗാളിൽ ഏറ്റവും കൂടുതൽ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നമ്മളെ മേലിലാണ് നിൽക്കുന്ന ആൾക്കാരാണ് ബംഗാളികൾ. ബംഗാളിൽ ഒരു 50 പടം ഇറങ്ങുമ്പോൾ 25 പടവും എല്ലാ പടവും തിയേറ്ററിൽ കൊടുക്കും. പക്ഷെ 25 അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഇത്ര തിയേറ്റർ നല്ല പടങ്ങൾ പ്രിയം മാത്രം. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ പിൽക്കാലത്ത് വരും. കാരണം നല്ല പടങ്ങളെ ആൾക്കാർ കാണാനാണ്. അവിടെ 50 പടങ്ങൾ ഇറങ്ങുമ്പോൾ അത് 25 പടവും കൊമേഴ്സ്യൽ പടം 25 കാണത്തുള്ളൂ. ബാക്കി 25 പടവും സമാന്തരം ഇങ്ങനെയുള്ള സിനിമകളാണ്. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾക്ക് നല്ല തിയേറ്ററാണ്. അത് പതുക്കെ വന്നൊരു മൂവ്മെന്റ്സാണ്. പക്ഷെ അതേപോലെ തന്നെ കേരളത്തിൽ നല്ല പടങ്ങൾ ഈ പടങ്ങൾ നല്ല സോഷ്യൽ മീഡിയ ഒക്കെ നല്ലോണം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇതിന് കാണാൻ ആൾക്കാർ കയറും. അങ്ങനെ സമാന്തരമായിട്ട് നമ്മൾ ഈ അവാർഡ് കിട്ടുന്ന പടങ്ങൾ തിയേറ്ററിലേക്ക് വരും. ഇത് നമ്മുടെ കാലത്ത് പഴയ കാലത്തുള്ള കുറെ അവാർഡ് സിനിമകൾ നിരന്തരമായിട്ട് ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ ഡോക്ടർ ബിജു ആയാലും പഴയ കാലത്തും ഒരുപാട് മാറിയുള്ള സിനിമകൾ നമ്മുടെ സിനിമകൾ തിയേറ്ററിലേക്ക് വരാൻ അങ്ങനെ ഒരു വലിയൊരു തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ ഫെസ്റ്റിവലിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. വലിയൊരു ഫെസ്റ്റിവൽ പോകുന്നത്. വേറൊരു മെസ്സേജ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യം, ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒരു സിനിമ കണ്ട് അതൊന്നും ഉൾക്കൊള്ളുന്നത് ആവശ്യമാണ്. കാരണം വെച്ചാൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അധ്യാപകർ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ സമൂഹം എങ്ങനെയാണ് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നത്, കുഞ്ഞുമക്കളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനൊരു വലിയ മെസ്സേജ് ആണ്. കാര്യത്തിൽ ഒരാളും തളർന്നു വീഴാൻ സമ്മതിക്കില്ല. അവനെ ആ തളർന്നു ഉയർത്തിയെടുക്കുന്ന ഒരു സമൂഹമാണ് ഈ സിനിമയിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കാരണം ആ ഒരു തണലുമായിട്ട് ഒരു കുട്ടിയെ അങ്ങ് അതിന്റെ എല്ലാ അംശങ്ങളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ നെഗറ്റീവായിട്ടുള്ള എല്ലാം കളഞ്ഞിട്ട് നീ ഉയർത്തെഴുന്നേക്കും മോളെ എന്ന് പറഞ്ഞ് അവരുടെ സപ്പോർട്ട് കൊണ്ട് ഒരു കുട്ടിയെ, അതാണ് നമ്മുടെ ഈ
ഇപ്പൊ ഈ ലോകത്ത് നടക്കുന്നത്. ഇതൊക്കെ സ്കൂളുകളിലും ഇത് ഗവൺമെന്റ് തലത്തിലും എല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. വെറുതെ പറയുന്നതല്ല, അങ്ങനെ ഒരു മെസ്സേജാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം. ഇത് ഇങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നതല്ല. ഞാൻ ഒരു മ്യൂസീഷ്യൻ, ഞാൻ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ പറയുന്നതാണ്. നല്ല സപ്പോർട്ട് ഉണ്ടാവണം. ഇത് കുട്ടികളിലും എത്തണം, സമൂഹത്തിലും എത്തണം, സ്കൂളുകളിലും എത്തണം. കാരണം ഇന്നിപ്പോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാം. അപ്പം അതിനൊരു വലിയൊരു കാര്യം, ഒരു അധ്യാപകൻ എങ്ങനെയാണെന്നാണ് അതിനകത്തൊരു അധ്യാപകൻ കാണിച്ചത്. അപ്പം താങ്ക് യു. എന്തായാലും ഈ സിനിമ എല്ലാവരിലേക്കും എത്തട്ടെ. നല്ല ശ്രദ്ധ, കൂടുതലുള്ള അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കട്ടെ. പ്രേക്ഷകരോട് അവസാനമായിട്ട് നമുക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എന്നുള്ളതെന്ന് കൂടെ പറഞ്ഞിട്ട്. എല്ലാവരും പടം കാണണം. കുറച്ചു നേരം എന്തായാലും എല്ലാവരും മുണ്ടാതിരിക്കും അല്ലേ? ഈ പടം കാണുമ്പോൾ എല്ലാവരും കുറച്ചു നേരം മുണ്ടാതിരിക്കൂലേ? അങ്ങനെ മൗനാക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. എല്ലാവരും കുറെ നമ്മളെ ദൂരത്തിട്ട് ചിന്തിപ്പിക്കാൻ വഴിക്കുന്ന ഒരു മൂവിയാണ്. അപ്പൊ എല്ലാവരും കാണണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ സോങ് ആയാലും നല്ല ടച്ചിങ് ആയിട്ടുള്ള സോങ്ങുകളാണ്. കുറെ വട്ടം നമുക്ക് കേട്ട് കേട്ട് ഇരിക്കാൻ പറ്റുന്ന സോങ്ങുകളാണ്. അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ്. എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.